മാത്രം ഫണ്ടിതൻ, എല്ലാത്തിനും ഫണ്ട് ഉണ്ടാക്കുന്നതാണ്. ഫണ്ട് ഉണ്ടാക്കുന്ന ജോലി എനിക്ക് അള്ളാഹു കാലത്ത് തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയോട് വിട പറയുകയാണ്, ഹിജ്റ നടക്കുകയാണ്. പാതിരാ സമയത്ത് കഅബാലയത്തിന്റെ ഓരത്തുകൂടി നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പിളർന്നു പോയി. താൻ കളിച്ചു നടന്ന നാടിനോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ച് താൻ കളിച്ചു നടന്ന മണ്ണിനോട് വിട പറയുകയാ. ആരുടെയും മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ടാകുന്ന സമയം പാതിരാ സമയത്ത് കഅബാലയത്തിനോട് വിട പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മക്കയുടെ അതിർത്തിയിൽ വന്ന് തിരിഞ്ഞു നിന്നു, കഅബാലയമേ നിന്നോട് ഞാൻ സലാം പറയുകയാണ്. ഒന്നുമില്ലാതെ ഏകനായി അനാഥനായി ഞാൻ കടന്നു വന്നപ്പോ കഅബേ തിരുമുറ്റത്താണ് ഞാൻ ആശ്വാസം തേടിയത്. എന്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടപ്പോ, പ്രസവിച്ചു ബാല്യകാലത്തിലെ എന്റെ ഉമ്മ നഷ്ടപ്പെട്ടു പോയപ്പോ, അനാഥനായി മക്കളില്ലാതെ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ നിന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോ കഅബാലയമേ നീയാണ് എനിക്ക് അഭയം തന്നത്. നിന്റെ മുറ്റത്താണ് ഞാൻ എന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർത്തത്. കഅബയെ നിന്നെ വിടാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒട്ടകപ്പുറത്തേറി അള്ളാഹുവിന്റെ റസൂൽ പോവുകയാണ് മദീനയിലേക്ക്. സഹാബത്ത് പുറകെയുണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ. അവരാണ് മുഹാജിരീങ്ങൾ. സമയമില്ല പറഞ്ഞു നിൽക്കാണ്. ഹിജ്റ ചെയ്തവർ, എല്ലാം വെടിഞ്ഞവർ, എല്ലാം വെടിഞ്ഞ മുഹാജിരീങ്ങൾ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആ മുഹാജിരീങ്ങളായ സഹാബത്തും അള്ളാഹുവിന്റെ റസൂലും മദീനയിലോട്ട് പോകുമ്പോ അതാ മദീന നഗരം ഒരുങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വരുന്നെന്ന സന്തോഷവാർത്ത അറിഞ്ഞ് ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ എത്തുന്നതിന് മുമ്പേ മദീനത്തെത്തിയിട്ടുണ്ട്. അവിടേക്ക് ദീൻ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. മിസ്അബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപമേ മദീനക്കാരുടെ മുമ്പിലുള്ളൂ. ഈ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ജനായിരങ്ങളോട് നമുക്ക് ഈ സദസ്സിന് മദീനയാക്കണം. ഈ സദസ്സിന് അവസാനിക്കുന്നത് വരെ മദീനയാകണം. അവസാനിച്ചാൽ മദീന. സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, കൂട് വിട്ട്, മക്കളില്ല, ഭാര്യയില്ല, പുത്ര കളത്രാദികളില്ല, ബന്ധുമിത്രാദികളില്ല, എല്ലാം വെടിഞ്ഞ് ഒരു നാട്ടുകാര് വരുമ്പോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അടയാളം മാത്രമേ ഉള്ളൂ. മദീന നഗരം മുഴുവനും അലങ്കൃതമാകുന്നു. ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വീട് ശരിയാക്കി. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഓരോ വീടുകളും ആദിത്യമരലാണ്. എല്ലാ വീടുകളും തയ്യാറായപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിൽ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണം. ഒരൽപ്പം പറഞ്ഞാൽ കാസർഗോഡുകാർക്ക് ആ ഒരു അടയാളമുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ അതിന് വരുമ്പോ ഓരോരുത്തരും പറയും, ഉസ്താദേ എന്റെ വീട്ടിൽ കിടക്കുമോ? ഇന്ന് ഞാൻ വന്നപ്പോ എത്രയോ സഹോദരങ്ങൾ എന്റെ വീട് തയ്യാറാണ് ഉസ്താദേ. എല്ലാവർക്കും അല്ലാഹു ആ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആദിത്യ മര്യാദയുടെ പുതിയ ഒരു മാതൃക സൃഷ്ടിച്ചവർ നിങ്ങൾ, സ്നേഹത്തിന് പുതിയൊരു പര്യായം തുന്നിച്ചേർത്തവർ നിങ്ങൾ, സ്നേഹമാണ് വലുതെന്ന് ലോകത്തോട് പഠിപ്പിച്ചവർ കാസർഗോഡുകാരെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി മദീനത്തെ ഓരോ വീടും ഒരുങ്ങി. പെൺകുട്ടികളും ആൺകുട്ടികളും കൊച്ചുകുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുകയാണ്. അങ്ങകലെ നിന്നടാ, അങ്ങകലെ അവര് നോക്കുമ്പോ കടത്തു വള്ളക്കാരന്റെ തോണി കാണുന്നത് പോലെ, നദിക്കരയിലൂടെ കടത്തു വഞ്ചി കടന്നു വരുന്നത് പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അങ്ങകലെ നിന്ന് ഒരു ചിത്രം കാണുമ്പോ മദീന തുള്ളിച്ചാടുന്നു. മദീന മുഴുവൻ ഹർഷപുളകിതമാകുന്നു. മദീനയുടെ മരുഭൂമിയിൽ വസന്തത്തിന്റെ വല്ലാത്ത അനുരാഗക്കാറ്റ് ആഞ്ഞടിച്ചു. അവര് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ അങ്ങകലെ പൊട്ടുപോലെ കാണുമ്പോ അവര് മുഴുവനും ലോക ചരിത്രത്തിന് ഈരടികൾ പ്രസിദ്ധമായി. ബദറു അലൈനാ മിൻ തനിയാതിൽ വദാരി വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാരി യാ നബി സലാം അലൈക്കും या हबीब सलाम या रसूल सलाम अलैकुम सलवातुल्लाह अय्युहल मबऊस फीना जित बिल अम्रिल मुतारी वाजब शुक्र अलैना
യാ ഖൈറദാടി അലബി ഗാനം സഹോദരങ്ങളെ കണ്ണു നിറയട്ടെ. ഈ ചുണ്ടുകൾ പറഞ്ഞ ഗാനം മലായികത്തുകൾ ഏറ്റെടുക്കട്ടെ. 115 കഴിഞ്ഞു, ഇന്നും ഈ മധുര ഗാനം ചുണ്ടുകളിൽ തത്തിക്കളിച്ചു. ഇതാര് പാടിയതെന്നറിയോ? ഓരോ നബിദിനത്തിനും നമ്മൾ പാടാറുണ്ട്. നമ്മുടെ സദസ്സിലേക്ക് അഹിരി വൈത്ത് കടന്നു വരുമ്പോ നമ്മൾ പാടാറുണ്ട്. സഹോദരങ്ങളെ, ഇതാര് പാടിയതെന്നറിയുമോ? ഇത് അൻസാറ് പാടിയ പാട്ടാണിത്. അൻസാറ് പാടിയ പാട്ടുകൾ എവിടെ എത്തിയെന്നറിയുമോ? ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. ഇത് നിസ്സാരമല്ല, ഇത് നിസ്സാരമല്ല. അവരുടെ ഏറ്റവും വലിയ സംഘഗാനം ആ സംഘഗാന ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടു. അൻസാറിന്റെ സർവ്വതും ലോക ചരിത്രത്തിന്റെ ഭാഗമായി. നമ്മൾ പാടാറുണ്ടെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ആര് പാടിയതാ? ഇപ്പോഴും നിങ്ങൾ ഏറ്റുപാടി. ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ ഗാനം പാടി. ആര് പാടിയതാണ്? പൊന്നുമോനെ, ഒരു ഗാനം ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ സോങ് ഏതാ? ഈ സോങ്ങാണ്. അല്ലാതെ യേശുദാസിന്റേതല്ല. യേശുദാസ് തുടങ്ങിയിട്ട് 50 വർഷമായുള്ളൂ. സലീം കോടത്തൂർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? മോനെ, ലോകത്തിലെ എവർഗ്രീൻ സോങ് ഏതാണ്? അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് എനിക്കാണ് പാടാറില്ല. നൗഷാദ് വാക്കിലാണ് പാടിയത്. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ പോയി. തീ പുകഞ്ഞത് അടുപ്പിലല്ല, എന്റെ നെഞ്ചില. എടാ, അത് പാടിയിട്ട് കാര്യം വരുമ്പോ വിളിച്ചോണ്ട് പോകണം, അല്ലെ മഹർ കൈ വേണം. ഇതൊന്നും അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞ് കെട്ടിച്ചേരൂല്ലേ? നീ ചുമ്മാ ഇതൊക്കെ തന്നെ പാട്ട്. എടാ മോനെ, ഇതൊന്നും അല്ല, ലോകത്തിലെ എവർഗ്രീൻ സോങ് ഏടാ. പഠിച്ചോളി. എനിക്കിങ്ങനെ പറയാനാണ് ഇഷ്ടം. അത് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിച്ച അൻസാറുകൾ പാടി. അൻസാറുകൾ പാടി. മദീനത്തിലെ മാമരങ്ങളും മാമയിലുകളും മദീനത്തിന്റെ എല്ലാം ഏറ്റുവാങ്ങിയ പാട്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രം കാണുമ്പോ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപ്പോ ഇവിടെ ചരിത്രം പറക്കുകയായി. ലോക ചരിത്രത്തിന്റെ കണ്ണുകൾ കൂട്ടിയിണക്കുകയായി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണുമ്പോ അവർക്ക് മനസ്സിലായി നടന്നു വരുന്നതാരാണ്. ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി ഒട്ടകപ്പുറത്തിരുന്ന് തങ്ങളുടെ മുമ്പിലോട്ട് വരുന്ന റസൂലുള്ളാഹിന്റെ ചിത്രം കണ്ടപ്പോ നീലവിഹായിച്ചിൽ നിവർന്നു കിടക്കുന്ന നീലനിശീതിനിയുടെ നിശബ്ദമായ നിശീതിനിയുടെ നിറവിൽ നീലാകാശത്തിന്റെ നീലാംബരത്തിൽ നിറഞ്ഞൊടുകുന്ന നീലക്കണ്ണുള്ള നീലാപക്ഷിയുടെ നിശ്ചല ചിത്രം പോലെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് അൻസാറുകൾ മദീനക്കാര് പറക്കുകയാണ്. അൻസാറുകൾ പറക്കുകയാണ്. ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്ത് വരുമ്പോ ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. നബിയെ, എന്റെ വീട്ടിലേക്ക്. റസൂലേ, എന്റെ വീട്ടിലേക്ക്. ഇരുലോകത്തിന്റെ പ്രകാശമേ, എന്റെ വീട്ടിലേക്ക് വന്നുദിച്ചാലും അറബിന്റെ നായകനെ എന്റെ വീട്ടിൽ കിടന്നാലും നൂറുകണക്കിന് ആളുകൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. സഹോദരങ്ങളെ, അൻസാറുകൾ ഇതാണ്. ഹദ്ദാദ് നഗര അൻസാറുകളുടേതായി മാറട്ടെ. നാടില്ല, വീടില്ല, കൂടില്ല, മക്കളില്ല, ഭാര്യയില്ല, താങ്ങി പിടിക്കാൻ ആരുമില്ല. സമൂഹത്തിന് ഒറ്റപ്പെട്ടു പോയവർ അവര് തങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാം മറന്നിട്ട് 2 കൈയും നീട്ടി സ്വീകരിച്ചവർ. സഹോദരങ്ങളെ, ഈ ഹദ്ദാദ് നഗരന്റെ മഹർ 2012. ഞാൻ പറയും, ഇത് മദീനയാണ്, മദീനയാണ്. 7 കുടുംബങ്ങളെ സഹായിക്കാൻ ആരുമില്ല, കല്യാണം നടത്താൻ ആരുമില്ല, താങ്ങാൻ ബന്ധുക്കളില്ല. ഓടി വന്നപ്പോൾ ഈ ഹദ്ദാദ് നഗർ മദീനയായി. ഇവിടുത്തെ ആളുകൾ അൻസാറുകളായി. 5 പവൻ കൊടുത്തവരുണ്ട്, 10 പവൻ കൊടുത്തവരുണ്ട്. സഹോദരങ്ങളെ, സ്വയം അത് ഏറ്റെടുത്തവരുണ്ട്. നിങ്ങൾ അൻസാറുകളാണ്, നിങ്ങൾ അൻസാറുകളാണ്. അവര് നോക്കിയില്ല, എന്റെ വീട്ടിലേക്ക് വാ നബിയെ. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. ആരും മാറി നിന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുന്ന വദനത്തോടെ പറഞ്ഞതത്രേ, ദരിഹ, ആ ഒട്ടകത്തെ വിട്ടേക്കുക. ഫഇന്നഹാ മഅമൂറാ, ഫഇന്നഹാ മഅമൂറാ. ആ ഒട്ടകം കൽപ്പന കിട്ടിയ ഒട്ടകമാണ്. ആരുടെ വീട്ടിലാണ്
എന്നെ എത്തിക്കേണ്ടതുണ്ട്. ഈ ഒട്ടകത്തിന് പോലും അറിയാം. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരോട് ഒരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. അൻസാറിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അൻസാറുകളുടെ ചരിത്രം നാളെയും അവസാനിക്കുകയില്ല. ഇത് വല്ലാത്ത ചരിത്രം, ലോകം തിരുത്തി കുറിച്ച ചരിത്രം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിട്ടേക്കുക, വിട്ടേക്കുക. ആ ഒട്ടകത്തിന് കൽപ്പന കിട്ടിയിട്ടുണ്ട് ആരുടെ വീട്ടുമുറ്റത്താണ് ഇറങ്ങേണ്ടതെന്ന്. എല്ലാവരും ഓടി വന്ന് കടിഞ്ഞാൻ പിടിച്ചവർ വിട്ടു. സഹോദരങ്ങളെ ഒട്ടകം നടക്കാൻ തുടങ്ങി. എവിടേക്കെന്നറിയോ? ആ മദീനയിൽ ഒരാളുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എല്ലാവരും റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി മാത്രം വീടിന്റെ അകത്തിരുന്നു. തന്റെ വീടൊരു ചെറിയ വീടാണ്. അള്ളാന്റെ റസൂല് തന്റെ വീട്ടിൽ വരുമോ? അള്ളാന്റെ റസൂല് തന്റെ ആദിത്യം അരുളുമോ? മദീനയിലെ ഗോത്രപ്രമുഖന്മാര് റസൂലുള്ളാഹിനെ വിളിക്കാൻ കാത്തിരിക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. മനസ്സിന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വീട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ. ആഗ്രഹമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഗ്രഹിക്കുക. ആഗ്രഹത്തിന്റെ പവർ എന്താണെന്നറിയോ? കൈകൊണ്ട് ചെയ്തതല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായി. വീടിന്റെ ഉള്ളിൽ നിന്ന് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് വന്നാലോ? റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. ഒരു ഗോത്രപ്രമുഖന്റെ മുമ്പിലല്ല, എല്ലാവരും ഓർത്ത് എന്റെ വീട്ടിലോ ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിലാണ് ഞാൻ താമസിക്കുക. ഓരോ വീടിന്റെ മുമ്പിലെത്തുമ്പോഴും ഉടമസ്ഥന്മാരോട് എത്തി എന്റെ വീട്ടിലാണോ ഒട്ടകം മുട്ടുകുത്തുക. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആഗ്രഹമാണ് വലുത്, ആഗ്രഹമാണ് വലുത്. അവിടെ ഒട്ടകം പോലും മുട്ടുകുത്തുകയുള്ളൂ. ഈ മഹ 2012 പ്രവർത്തകര് ഓരോന്നോരോന്നായി ഞാൻ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതും മദീനയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഉസ്താദെ ഒരു യാത്ര ചെയ്യുമ്പോ ആ യാത്ര അങ്ങനെ ആകാനേ വഴിയുള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ സൂഫി വര്യനായ മഹാനായ കാലഘട്ടത്തിന്റെ സൂഫി വര്യന് ബഹുമാനപ്പെട്ട CM മടവൂരിന്റെ മക്ബറയിലേക്ക് സിയാറത്തിന് പോകുമ്പോ ഒരു ഇന്നോവ കാറിൽ പോകുമ്പോഴാണ് ചർച്ചയുണ്ടാകുന്നത്. ഓരോ ചർച്ച നടക്കുമ്പോ ഈ മഹ 2012 ഉദയം എങ്ങനെയെന്നറിയോ? മടവൂരിൽ മക്ബറയിലോട്ട് കടന്നു പോകുമ്പോ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോ അതിലുണ്ടായിരുന്ന 7 ആളുകൾ, അവരോരോരുത്തരും അവരിലുണ്ടായിരുന്ന 5, 6, 7 ആളുകൾ അവര് പരസ്പരം കൂട്ടുകാരാണ്. അവര് പരസ്പരം കൂട്ടുകാരാണ്. സഹോദരങ്ങളെ, സലീം സാഹിബും അബ്ദു സാഹിബും അടക്കമുള്ള അമീർ മസ്താൻ അടക്കമുള്ള അവരുടെ സഹപ്രവർത്തകരായ ആളുകൾ, എനിക്ക് പേരറിയാത്ത ആളുകൾ അടക്കമുള്ള അവരവിടെ ഇരുന്നൊരു യാത്രയിൽ വെറുതെ സംസാരിച്ചു. അവസാനം ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു പാവപ്പെട്ടവരുടെ വിവാഹം നടത്തിയാലോ, ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിച്ചില്ലെങ്കിലോ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താനുള്ള പവറോട് ഒരു യാത്രക്കുള്ളിലാണ്. അതിന്റെ ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹമാണ്. ഒരു ഇന്നോവ കാറിന്റെ ഉള്ളിൽ ഒരു യാത്രക്ക് വേണ്ടി കുറെ കൂട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോ അവരുടെ മനസ്സിന്റെ ആഗ്രഹമാണ് ഒരു പദ്ധതിയായിട്ട് ഇവിടെ വന്ന ബൾബുകളിൽ കത്തിക്കളിക്കുന്നതെങ്കിൽ ആഗ്രഹമാണ് വലുത്, ആഗ്രഹമാണ് വലുത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്ന് ആഗ്രഹിച്ചു. ഒട്ടകം നേരെ വന്ന് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീടിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അല്ലാഹുവിന്റെ റസൂൽ താഴെ ഇറങ്ങി. പൊന്നുമക്കളെ, പണമല്ല, സമ്പത്തല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടല്ലോ. ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രാണി പോലും നിന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ ഒട്ടകത്തെ പോലും വലിച്ചു തന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം, ആ ആഗ്രഹമാണ് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചതെങ്കിൽ 2012 ഒരു ചെറുപ്പക്കാരുടെ ആഗ്രഹമാ. വിവാഹ ചന്തയിലെ മത്സര ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവില് എന്റെ പൊന്നു സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അള്ള തന്ന പണം കൊണ്ട് സ്വന്തമായി സ്വാർത്ഥതയോടെ നിന്ന സമൂഹം, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കോഴിക്കോട് ജില്ലയിൽ സാലിഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരാ സാലിഹ എന്നറിയോ? 2 റമളാനുകൾക്ക് മുമ്പ് ഒരു
27 രാവിലെ അന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചതാ, കോഴിക്കോട് ജില്ലയിലെ സാലിക എന്ന് പറയുന്ന 11 വയസ്സുകാരെ അവരുടെ അനിയത്തി 7 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണ് വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്തിട്ടാ അവരുടെ ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ കാസർഗോഡ് പ്രിയപ്പെട്ട പെങ്ങളെ, അവസാനം ആ പാവപ്പെട്ട സാലിഹയുടെ ഉമ്മ കുറെ നാളുകളായി പനി ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലായി 10-15 ദിവസം പകർച്ചപ്പനി ബാധിച്ചു കിടക്കുമ്പോ ഉമ്മ ജോലിക്ക് പോകുന്നില്ല. 15 ദിവസങ്ങളായി ആ പൊന്നുമക്കൾക്ക് തിന്നാൻ ഒരു നേരത്തെ ഭക്ഷണമില്ല. അവർക്ക് ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഉമ്മാക്ക് ഒരു നേരത്തെ ആരും കൊടുക്കാൻ പോലും സുമയ്യ എന്ന 11 വയസ്സുകാരിയുടെ കയ്യിലില്ല. റമദാൻ 27 അന്ന് എല്ലാവരും സദക്ക കൊടുക്കുന്നതിന്റെ അന്ന് റമദാൻ മാസത്തില് പൊരിവയിലേറ്റ് പടിമുറ്റത്ത് കാത്തു കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ നേരെ 10 രൂപ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന സമുദായം ആക്രോശിക്കുന്ന ദിവസം, സഹോദരങ്ങളെ, ദിവസങ്ങളായി സാലിഹയും സുമയ്യയും ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ സ്കൂളിലോട്ട് പോകാൻ സ്കൂൾ ഭാഗം തൂക്കി പോകുമ്പോ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ നടന്നു പോകണം. നടക്കുന്നതിനിടയിൽ സുമയ്യ എന്ന 7 വയസ്സുകാരി പറഞ്ഞ് ഇത്താത്തയോട്, സാലിഹയോട്, ഇത്താ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്റെ കാല് തളരുകയാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒന്ന് കേക്ക് സഹോദരങ്ങളെ, കരയുന്ന കൽബ് കാണാൻ കഴിയുന്നവരോട്, കണ്ണുനീരിന് നിറവ്യത്യാസമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരോട് ഉത്തമ സമുദായത്തിന്റെ കഥയാണ് പറയുന്നത്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ചെലവുള്ള വീട് ആരുടെ എന്നറിയോ? എറണാകുളം ജില്ലയിൽ 40 കോടി രൂപ ചെലവഴിച്ചിട്ട് വീടാരുടേടാ? അത് നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ അക്കൗണ്ടിന്റെ പേരിലല്ലയോ? ലോകത്ത് നമ്മുടെ സമുദായം ആർഭാടത്തിന്റെ പുറകെ കുതിച്ചു പോകുമ്പോ, കോടികൾ കയ്യിലിട്ട് പകിട് കളിക്കുമ്പോ, 7 വയസ്സുകാരി സാലിഹ സുമയ്യ കയ്യിൽ പിടിച്ചിട്ട് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ, ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ പാവപ്പെട്ട സാലിഹ എന്ന് പറയുന്ന സുമയ്യ എന്ന അനിയത്തിയുടെ കരച്ചിലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനിയത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് നടക്കുകയാ. പൊന്നു സഹോദര, നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. രാവിലെ 7 മണിയാകുമ്പോ ബൂസ്റ്റ് കൊടുത്ത്, കോംപ്ലാനം കൊടുത്ത്, യൂണിഫോമും കൊടുത്ത്, കുടിക്കാനുള്ള കടിക്കാനുള്ള പോഷകാഹാരം പാത്രത്തിലടച്ച് കയ്യിൽ സ്വർണ്ണവളയുമിട്ട് തന്നവളയുമിട്ട് സ്കൂൾ ബസ്സിന് ഒരു മാസം 5000 രൂപ ഫീസും കൊടുത്ത് നമ്മുടെ മക്കൾ AC റൂമിൽ നിന്നിറങ്ങി കോൺവെന്റ് ഉള്ളിലോട്ട് പോകുമ്പോ നമുക്കതിന്റെ കട്ടപ്പാടറിയില്ല. സുമയ്യ കരയുകയാണ്. 7 വയസ്സുകാരി പൊന്നുമോൾ സ്കൂളിലോട്ട് പോകുന്ന വഴി കടിക്കാടില്ലാതെ വിശന്നിട്ട്, അങ്ങനെ വിശന്ന് വരയുമ്പോ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു മരം കണ്ടു. ആ മരത്തിൽ ഒരു ചെറിയ പഴം കണ്ടു. സുമയ്യ പൊട്ടി കരയാൻ തുടങ്ങി. താത്ത, ആ പഴമെങ്കിലും പറിച്ചിട്ട് നിൽക്കുക, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. 7 വയസ്സുകാരി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. 11 വയസ്സുള്ള പെങ്ങൾ എന്താ ചെയ്യുക? അടുത്തിരുന്ന ഒരു കമ്പെടുത്തിട്ട് 2 പഴം അടിച്ച് താഴെയിട്ടു. ഒരെണ്ണം പൊട്ടിച്ചു നോക്കിയപ്പോ അകത്ത് നല്ല മഞ്ഞ നിറമാണ്. അത് പൊട്ടിച്ച് 2 പൊന്നു പെങ്ങളുടെ, പൊന്നു സഹോദരിയുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലച്ച പെണ്ണന്റെ കൂടപ്പിറപ്പിന്റെ വായിലോട്ടൊടിച്ചു കൊടുത്തു. ആർത്തിയോട് ഏഴാമ്പല് മഴ കണ്ട സന്തോഷത്തോടെ കുടിച്ചിറക്കുമ്പോ സാരികയും ഒരെണ്ണം പൊട്ടിച്ചു കുടിച്ചു. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ 7 വയസ്സുകാരിയുടെ വായിലൂടെ നുരയും പറയും പറയാൻ തുടങ്ങി. സഹോദരങ്ങളെ, പെടഞ്ഞ് സുമയ്യ തളർന്ന് താഴെ വീടുമ്പോ സാരികയും തളർന്നുപോയി. ആളുകളോട് കൂടി താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോ ആ പാവപ്പെട്ട സുമയ്യ അറിഞ്ഞില്ല, അട്ടിക്കൊടുത്ത സാരിക അറിഞ്ഞില്ല. ആ വിശപ്പ് കണ്ടപ്പോൾ തള്ളി താഴെയിട്ട കായ വിശക്കായായിരുന്നുവെന്ന്. വിശപ്പ് വന്നപ്പോൾ തിന്നത് ഒരു വിശക്കായായിരുന്നു നമ്മൾ അറിഞ്ഞില്ല. സുമയ്യ എന്ന 7 വയസ്സുകാരി പെണ്ണ് മോർച്ചറിയില് 11 വയസ്സുള്ള സാരിക ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഇതാരുടെ കഥയാണെന്നറിയോ? താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോ ആ പാവപ്പെട്ട സുമയ്യ അറിഞ്ഞില്ല, അട്ടിക്കൊടുത്ത സാരിക അറിഞ്ഞില്ല. ആ വിശപ്പ് കണ്ടപ്പോൾ തള്ളി താഴെയിട്ട കായ വിശക്കായായിരുന്നുവെന്ന്. വിശപ്പ് വന്നപ്പോൾ തിന്നത് ഒരു വിശക്കായായിരുന്നു നമ്മൾ അറിഞ്ഞില്ല. സുമയ്യ എന്ന 7 വയസ്സുകാരി
വയസ്സുകാരി പെണ്ണ് മോർച്ചറിയില് 11 വയസ്സുള്ള സാരിക ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഇതാരുടെ കഥയാണെന്നറിയോ? ഇതാരുടെ കഥയാണെന്നറിയോ? ആളുകൾ കേരളത്തിന്റെ അക്ഷര നഗരമല്ലേ കോട്ടയം നഗരം. കോട്ടയം നഗരത്തിലാണ് 12 വയസ്സുള്ള ഒരു കുട്ടി. അവന്റെ ഉമ്മ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു. വാപ്പ ചെറുപ്പം മുതലേ തളർന്നു കിടക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം ഉമ്മാക്ക് വാരി കൊടുക്കാനില്ലാതെ രാവിലെ ആ 12 വയസ്സുകാരനായ ബാലന് കോട്ടയം നഗരത്തിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കൈനീട്ടി. അക്ഷര നഗരമെന്ന കോട്ടയം നഗരത്തിൽ വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും അവൻ 1 രൂപയുടെ നാണയത്തൊട്ട് കൊടുത്തില്ല. അവനെ ആട്ടി ഓടിച്ചു അക്ഷര നഗരത്തിൽ. ആ പാവപ്പെട്ട 12 വയസ്സുകാരന് നടന്ന് വിഷമിച്ചു കഴിയുമ്പോ അവൻ തൊട്ടടുത്ത ഞാവൽ മരത്തിന്റെ മുകളിലോട്ട് കയറി. ആ ഞാവൽ പഴം കടിച്ചിട്ട് വിശപ്പടക്കുമ്പോ റോഡിലൂടെ നടന്നു പോയ ആരോ പറഞ്ഞു, താഴെ ഇറങ്ങി വന്ന നിനക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന്. കേട്ട പാടി കേൾക്കാത്ത പാടി വസന്ന് വയറട്ടിയ 12 വയസ്സുകാരൻ ഞാവൽ മരത്തിൽ നിന്ന് താഴോട്ടിറങ്ങി. ഒരു നേരത്തെ ഭക്ഷണമെന്ന് കേട്ട് തുള്ളിച്ചാടിയപ്പോ അവന്റെ കൈകളറിയാതെ അയഞ്ഞു പോയി. അതേപടി മരത്തിൽ നിന്ന് താഴേക്ക് വീണു. ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ 4-ാം വാർഡില് 2 കാല് മുടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് 12 വയസ്സുകാരന്. സഹോദരങ്ങളെ, പടച്ചറപ്പിനോട് എന്ത് മറുപടിയാ പറയുക? ഇവിടെ ഒരു അൻസാറുകളുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണ്ടേ? ആരുമില്ലാത്ത സഹോദരങ്ങൾ, ആരും കണ്ണീരൊപ്പാളില്ലാത്ത സഹോദരങ്ങൾ, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരർത്ഥാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ, സങ്കടം കേൾക്കാൻ ആരുമില്ലാത്തവണ്ട്, സങ്കടം കേട്ടാൻ ഏറ്റെടുത്തവരെ മഹർ 2001 ശ്രമം ഏറ്റവും ഒരു ഉത്തമ ശ്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൻസാറുകൾ ഏറ്റെടുത്ത് മുഹാജിരീങ്ങള്, അത് അൻസാറിന്റെ ജോലി, അൻസാറുകളുടെ സ്വഭാവമാണ്. സ്വന്തം ഭാര്യമാരെ തലാഖ് ചൊല്ലി മറ്റൊരാൾക്ക് കൊടുത്തു. 2 ഭാര്യമാരുള്ളവരെ തലാഖ് ചൊല്ലിയിട്ട് ഒരു ഭാര്യ മുഹാദറായ സഹാബത്തിന് കൊടുത്തു. സ്വന്തം വീട്ടിലവർക്ക് ഇടപാട് കൊടുത്തു. പിന്നീട് അവരാരായി മാറി എന്നറിയോ? അവര് ലോകത്തിലെ ഏറ്റവും വലിയ സഹോദരങ്ങളായി മാറി. നാടും വീടുമില്ലാത്തവന് 2 കൈ നീട്ടി സ്വീകരിച്ചു അൻസാറുകൾ. അല്ലാഹുവിന്റെ റസൂൽ അൻസാറുകളെ വല്ലാതെ സ്നേഹിച്ചു പോയി, വല്ലാതെ സ്നേഹിച്ചു പോയി. സഹോദരങ്ങളെ, അൻസാറുകൾ ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളല്ലേ. റസൂലുള്ള പറഞ്ഞു, അൻസാറുകളെ, അൻസാറുകളെ, നിങ്ങൾ എന്റെ കുടുംബക്കാരാണ്, നിങ്ങൾ എന്റെ കുടുംബക്കാരാണ്. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ, ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മനാട് മക്കയല്ലേ? എന്നിട്ട് റസൂലുള്ള ഖബറടക്കാൻ തെരഞ്ഞെടുത്ത നാടേടാ അത് മദീനയല്ലേ? 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 അല്ലാഹുവിന്റെ റസൂലിന് മക്കയോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. റസൂലുള്ള വഫാത്താകുമ്പോ മക്കാ നഗരം റസൂലുള്ളാഹിയുടെ കയ്യിലാണ്. എന്നിട്ട് റസൂലുള്ള സ്വന്തം നാട്ടിൽ തിരിച്ചു പോയില്ല. റസൂലുള്ളാഹിക്ക് മക്കയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി കണ്ടു. ചോദിച്ചു, എങ്ങോട്ടുള്ള വഴിയാ? നബിയേ, ഇത് മക്കയിലോട്ടുള്ള വഴിയാണ്. അവിടെ ഇരുന്ന റസൂലുള്ള പൊട്ടിക്കരഞ്ഞു, എന്റെ മക്ക, എന്റെ മക്ക, എന്റെ മക്ക, എന്റെ ജന്മനാട്ടിലോട്ടുള്ള വഴിയോ? ആ റോഡ് കണ്ടപ്പോൾ റസൂലുള്ള പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് മദീന തെരഞ്ഞെടുത്തതെന്താ? എന്നെ സഹായിച്ചവരല്ലേ, ആരുമില്ലാത്തപ്പോ 2 കൈ നീട്ടി സ്വീകരിച്ചവരല്ലേ, എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സഹായിച്ചവരെ റസൂലുള്ള വെറുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തുകൾ അവര് 2 പേരും ഒരുമിച്ച് ജീവിക്കുമ്പോ ആ സമയത്തൊരു സംഭവം ഉണ്ടായി. ചുരുക്കി പറയാം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു പരാതി വന്നു. യുദ്ധം ജയിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന് കിട്ടിയ സമ്പത്ത് വേണ്ടിയിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ മക്കക്കാരായ സഹാബത്തിന് കൂടുതൽ കൊടുക്കുന്നു, മദീനക്കാരായ അൻസാറുകൾക്ക് അത്രയും തരാറില്ല. എവിടെ ഉണ്ടാവൂല പ്രശ്നം? പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവും. പരസ്പര സ്നേഹമായി ഫുള്ള് പറയുന്ന സമയം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് വേണം പിരിയാൻ. മദീനയിൽ ഒരു വീട്ടിൽ മലക്കുകൾ ഇറങ്ങി രാത്രി. മഹാസംഭവം നടന്നു മദീനയിൽ. രാത്രിയിൽ ഒരു വീട് കാണാൻ വേണ്ടി കുറെ ആളുകൾ വന്നു. കേട്ടോളെ കേട്ടോളെ, ഞാൻ തമാശ പോലും ഒഴിവാക്കുകയാണ്.
കാരണം വിഷയം അത്ര ഗൗരവമാണ്, വലിയ വിഷയമാണ്. എവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അൻസാറുകൾ തുടങ്ങിയിട്ട് ഇനി അൻസാറുകളുടെ സ്വഭാവം പറയണം, അതിന് കിട്ടുന്ന 3 ഗുണം പറയണം. അത് ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്, രണ്ടിടത്തുമുണ്ട്. ഇത് രണ്ടും പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഗുണം നിങ്ങൾ ഉച്ചരിക്കുന്നല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ വരെ ഞാൻ പറയാം. ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണം ഖുർആൻ പറഞ്ഞാണ്, റസൂലുള്ളാഹി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നുമല്ല. റിസ്കിൽ വിശാലത കിട്ടും, അല്ലെങ്കിൽ ആയുസ് വർദ്ധിക്കും, ഇതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതാണോ ആ ദുഃഖമുള്ള പറ്റത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതാ? പക്ഷെ അതാ നാളെ ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുഃഖമൊന്നുമല്ല. കാസർഗോഡ് ചൂടും അല്ലാത്ത ചൂടാണ്, ഒരു വല്ലാത്ത ചൂടാണ്. കുളത്തിലെ വെള്ളം കുടിച്ചാലും ദാഹം തീരും. ഇടയിൽ പ്രശ്നമായി. അള്ളാന്റെ റസൂല് യുദ്ധം ചെയ്യുമ്പോൾ 2 കൂട്ടരും കൂടെ ദുആ ചെയ്യും. യുദ്ധം ചെയ്യും, സ്വന്തം വീട് വിട്ടുകൊടുത്തു, നാട് വിട്ടുകൊടുത്തു. ഇവിടെ നോക്കി. അപ്പൊ സഹാബത്തിന്റെ ഇടയിൽ ഒരു കുശുകുശുപ്പ്. എന്താ കുശുകുശുപ്പ്? റസൂലുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ നാട് കൊടുത്ത്, വീട് കൊടുത്ത്, എല്ലാം കൊടുത്തു. എന്നിട്ട് റസൂലുള്ള യുദ്ധം ചെയ്തിട്ട് അവസാനം സ്വർണവും വെള്ളിയൊക്കെ കിട്ടും. അത് റസൂലുള്ളാഹിയുടെ കുടുംബക്കാരായ മക്കാരില്ല, അവരവിടെ നിന്ന് വന്നല്ലേ കൂടെ വന്നവർക്ക് കൊടുക്കുന്നു. നമുക്ക് പലപ്പോഴും എന്തായിരുന്നു, കുറേശ്ശേ തരുന്നുള്ളൂ എന്ന് പരാതി വന്നു. ഈ പരാതി ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അൻസാറുകളുടെ പ്രതിഫലം കേട്ടോളി. ഇങ്ങോട്ട് പോകും. അൻസാറുകളുടെ പ്രതിഫലം കേട്ടോളി. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ജാബിർ ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാറുകളുടെ ഇടയിൽ വലിയ വിഷമമുണ്ട് നബിയെ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. അങ്ങ് മക്കക്കാർക്ക് കൂടുതൽ കൊടുക്കുന്നു, മദീനക്കാർക്ക് വളരെ കുറച്ച് കൊടുക്കുന്നുള്ളൂ എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി. കാരണം റസൂലുള്ള ഏറ്റവും സ്നേഹിച്ച നാട് അൻസാർ. റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറുകളായ സഹാബാത്തിനോട് മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. റസൂലുള്ള മസ്ജിദുൻ നബവിയിൽ അൻസാറുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ നോക്കിയിട്ട് ഒരു പ്രസംഗം നടത്തി. അൻസാറുകളെ നോക്കിയിട്ട് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? ഒരു വല്ലാത്ത പ്രസംഗം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിൽ തൊട്ട പ്രസംഗം അതായിരുന്നു. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിൽ തൊട്ട പ്രസംഗമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. അൻസാറുകൾ മുഴുവനും പള്ളിയിൽ ഒരുമിച്ച് കൂടി. പൊതുയോഗം നടക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടി. അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളുടെ സമൂഹമേ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾ പറയുന്നത് ന്യായമായ കാര്യങ്ങളല്ല. ഓ അൻസാറുകളെ, എന്നെ കുറിച്ച് നിങ്ങൾ അപവാദം പറയുന്നത് എന്തിനാ? ഞാൻ മക്കക്കാരോട് അമിതമായ സ്നേഹം കാണിക്കുന്നു. എന്റെ മദീനക്കാരെ, നിങ്ങൾക്കല്ലേ എന്നെ കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനമുണ്ടായത്. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ വല്ലാതെ ഇരുട്ടിന്റെ കൂട്ടിലിട്ടിലല്ലായിരുന്നല്ലോ. എന്നെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? തന്റെ മുമ്പിലിരിക്കുന്ന അൻസാറുകളോട് റസൂലുള്ള നടത്തിയ ഐതിഹാസികമായ പ്രഭാഷണമാണിത്. റസൂലുള്ള അൻസാറുകളെ, ഞാൻ വരുമ്പോൾ നിങ്ങൾ വഴികേടിലായിരുന്നില്ലേ? പരസ്പരം ജൂതന്മാരുടെ കൂടെ നിങ്ങൾ ജീവിച്ചവരായിരുന്നില്ലേ? അല്ലാഹു എന്നെ കൊണ്ട് നിങ്ങളെ ഹിദായത്തിലാക്കിയില്ലേ? നിങ്ങളെല്ലാവരും ഏറ്റവും വലിയ ദരിദ്രന്മാരായിരുന്നില്ലേ? ഞാൻ മദീനയിൽ കാലുകുത്തുന്നതിന് മുമ്പ് മദീനക്കാരെ, നിങ്ങൾ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നില്ലേ? അല്ലാഹു എന്നെ കൊണ്ട് നിങ്ങളെ സമ്പന്നന്മാരാക്കിയില്ലേ? പരസ്പരം വെട്ടിമരിച്ച ശത്രുക്കളായിരുന്നില്ലേ നിങ്ങൾ? ഔസും ഖസറജുമായിരുന്നില്ലേ നിങ്ങൾ? ഞാൻ വന്നപ്പോ നിങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ചിട്ട് അല്ലാഹു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്നില്ലേ? എന്നിട്ടെന്താ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ട് പ്രയോജനം കിട്ടിയത് നിങ്ങൾക്കല്ലേ? അൻസാറുകളെ, എന്തിനാ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണമല്ല ഐതിഹാസികമായ പ്രഭാഷണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണമാ. ആ സമയത്ത് അൻസാറുകൾ പറഞ്ഞു, നബിയേ, ഖാലു അല്ലാഹു വറസൂലുഹു അൻഹു വഅഫ്ളൽ. ഓ നബിയേ, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് നിങ്ങൾക്ക്
കേട്ടവ ശ്രേഷ്ഠൻ നബിയേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു സഹാബാ, ഓ അൻസാറുകളെ, ഓ അൻസാറുകളെ, ഓ അൻസാറുകളെ, അലാ തുജീബൂനനി യാ മഅ്ശറൽ അൻസാർ. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു മറുപടി എന്നോട് ചോദിക്കാത്തതെന്താ? അള്ളാന്റെ റസൂലിന്റെ ചോദ്യം, ഞാൻ വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് സന്മാർഗം കിട്ടിയത്? ഞാൻ വന്നപ്പോഴല്ലേ നിങ്ങളുടെ ദാരിദ്ര്യം മാറിയത്? ഞാൻ വന്നപ്പോഴല്ലേ വൈരാഗ്യം മാറിയത്? ഇതൊക്കെ പറഞ്ഞിട്ട് അൻസാറുകൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ലിമാദാ തുജീബൂനനി, എന്താ നിങ്ങൾ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്തതെന്താ? റസൂലുള്ള ചോദിച്ചു തിരിച്ചു പറയാനൊന്നുമില്ലേ? സഹാബത്ത് പറയുന്നു, ലിമാദാ നുജീബുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഐതിഹാസിക പ്രഭാഷണം എന്താണ് നബി? അങ്ങയോട് ഞങ്ങൾ മറുപടി ചോദിക്കേണ്ടത്. ലില്ലാഹി വ റസൂലുഹു വൽ മന്നു വൽ ഫദ്ലു. അല്ലാഹുവും റസൂലിനുമല്ലേ അനുഗ്രഹം ചൊരിയാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുകയാ, ഓ അൻസാറുകളെ, ഞാൻ പറഞ്ഞതിന്റെ മറുപടി നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിക്കാമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതിന്റെ മറുപടി ഇങ്ങനെ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാമല്ലോ. ഏ നബിയേ, ആതൈനാ മുകദ്ദിബാ ഫസദ്ദഖനാക. അങ്ങേ മക്കക്കാര് കളവാക്കിയപ്പോൾ അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നതല്ലേ? ഫസദ്ദഖനാക, അങ്ങേ ഞങ്ങൾ സത്യമായി സ്വീകരിച്ചില്ലേ നബിയേ? അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാമല്ലോ എന്നോട്. അങ്ങേ കളവാക്കിയിട്ട് സ്വന്തം നാട്ടുകാരെ ആട്ടിയോടിച്ചപ്പോ ഫസദ്ദഖനാക, ഞങ്ങളല്ല നബിയേ അങ്ങേ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചത്. അങ്ങേ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചപ്പോ അങ്ങേ ഞങ്ങളല്ലേ നബിയെ സഹായിച്ചത്. അങ്ങേ നാട്ടുകാര് അവിടെ നിന്ന് ഒന്നുമില്ലാതെ ഇറക്കി വിട്ടപ്പോ അങ്ങേക്ക് കിടക്കാനൊരിടം തന്നത് ഞങ്ങളല്ലേ നബിയേ? ഓ നബിയേ, അങ്ങ് ആശ്രയമില്ലാതെ വന്നപ്പോ അങ്ങക്ക് ആശ്രയം തന്നത് ഞങ്ങളല്ല നബിയേ? നിങ്ങൾ എന്നോട് ചോദിക്കാത്തതെന്താ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹർ 2012 അവസാനത്തെ ഗുണം ഞാൻ പറയുകയാണ്. ഈ പ്രഭാഷണം അതിനു വേണ്ടി പറഞ്ഞടാ. സഹോദരങ്ങളെ, അൻസാറുകളുടെ പരമ്പര അവസാനിക്കുന്നില്ല. അല്ലാഹ് പറഞ്ഞതെന്താ? നിങ്ങൾ കരുതണ്ട ചെറുപ്പക്കാരാ, അൻസാറുകൾ മദീനത്തോടുകൂടി തീർന്നെന്ന് കരുതണ്ട. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതെന്താ? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന ആദ്യമായി മത്സരരംഗത്തേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളും അൻസാറുകളും ഖുർആൻ പറയുന്നു തീർന്നില്ല. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവർ ചെയ്ത അതേ പ്രവൃത്തി ലോകാവസാനം വരെ ചെയ്യുന്നവരും. ഞാൻ പറയുന്നു അൻസാറുകൾ പറഞ്ഞ ഖുർആൻ പറഞ്ഞ വല്ലദീന തബഊഹും ബിഇഹ്സാൻ ആ ആയത്തിന്റെ പരിധിയിലാണ് മഹർ 2012. 1000 വട്ടം ഉറപ്പിച്ച് ഞാൻ പറയും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അൻസാറുകൾ ചെയ്ത അതേ നന്മ ലോകാവസാനം വരെ ചെയ്യുന്നവർ. ആ ചരിത്രത്തിന് വിരാമമില്ല, ആ ചുണക്കുട്ടികൾക്ക് മരണമില്ല. അവരുടെ ദൗത്യം ഏറ്റെടുക്കണം ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പണക്കാരെ, പാമരന്മാരെ, പണ്ഡിതന്മാരെ. അൻസാറിന്റെ ചരിത്രം അവസാനിക്കരുത്. ഒരു ചങ്ങല കണ്ണി പോലെ യുഗാന്തരങ്ങളിൽ ഉണ്ടാവണം. അത് ഏറ്റെടുത്തവരാണ് മഹർ 2012. ഈ ആയത്ത് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നാളെ ശാമിലാക്കി തരും. ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറുപടി പറയാനില്ലാതിരിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിക്കാത്തതെന്താ? എന്താ ചോദ്യമാ സഹോദരങ്ങളെ? അൻസാറുകൾ മുഴുവനും തലകുമ്പിട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ തറലൗന യാ മഅ്ശറൽ അൻസാർ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് ഈ കാസർഗോഡ് കണ്ടിട്ടില്ലാത്ത സമാനതയില്ലാത്ത ഒരു സമൂഹ വിഭാഗത്തിന് കളമൊരുക്കിയ മഹറിന്റെ പ്രിയപ്പെട്ട ആളുകളോട് മാസങ്ങളായിട്ട് ഉറക്കമളച്ച് നടക്കുകയാ. ആ പാവങ്ങൾ ഓടി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും സഹതാപം തോന്നിപ്പോയി. അതിന്റെ ഇടയിൽ കാറിന്റെ താക്കോല് പോലും മറന്നുപോയി. എവിടെ വെച്ചെന്നറിയില്ല. വല്ലാത്ത ടെൻഷനാണ്. ഞാൻ നിങ്ങളോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാ. മദീനത്തിന്റെ മണൽത്തരികൾ പുളകം കൊണ്ട ചോദ്യം ആ റസൂലുള്ള അൻസാർ
അൻസാറിനോട് ചോദിച്ച ചോദ്യം, യുഗാന്തരങ്ങൾക്കപ്പുറം ആഫ്റ്റർ 1500 years ago, 1500 വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം ഹദ്ദാദ് നഗരി വിനീതനായ അഹ്മദ് കബീർ ചോദിക്കുകയാ, എന്താ നിങ്ങൾക്ക് പകരം വേണ്ടത്? അമാ തറദൗനയാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ നിങ്ങൾ തൃപ്തിപ്പെടുന്നു? ആളുകൾ മുഴുവനും ആട്ടിൻകൂട്ടങ്ങളും കോവർ കഴുതകളുമായിട്ട് പോകുമ്പോ അവര് കൈ നിറയെ സ്വത്തുമായി, അന്നത്തെ സ്വത്ത് ആട്ടിൻകൂട്ടമാ, ഇന്ന് സ്വർണ്ണക്കട്ടികളും ബാങ്ക് ബാലൻസും പോലെ അന്ന് ആളുകൾ മുഴുവനും യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കൈ നിറയെ ആട്ടിൻകുട്ടികളുമായി കടന്നു പോകുമ്പോ അമാ തറദൗനയാണ് അൻസാറുകളെ അത് കണ്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നുവോ? ആട്ടിൻ വട്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോ മറ്റുള്ളവര് മുഹാജിരിങ്ങൾ പോകുമ്പോ അവര് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അവര് ചെയ്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവർക്ക് 100 കണക്കിന് ആട്ടിൻകുട്ടികളെ കിട്ടിയേക്കാം. പക്ഷെ അൻസാറുകളെ നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെന്നറിയോ? വതർജിഊന ഇലല്ലാഹി വതർജിഊന ബിറസൂലില്ലാഹി ഇലാ റിഹാലികും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വതർജിഊന ബിറസൂലില്ലാഹി ഇലാ റിഹാലികും. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലല്ലേ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങളുടെ വീട്ടിലെ തിരിച്ചു കയറണോ? അതല്ല ആട്ടിൻ പട്ടത്തെ പിടിച്ചിട്ട് കയറണോ? മാസങ്ങൾ സമൂഹ വിവാഹത്തിന് ഈ വിവാഹിതരാകുന്നത് നിങ്ങളുടെ പെങ്ങളല്ല, നിങ്ങളുടെ സഹോദരിയല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ രക്തബന്ധമുള്ളവളല്ല. എന്നിട്ട് പോലും സ്വന്തം പെങ്ങളുടെ കല്യാണം പോലെ ഇത്രയും ഒരു ആർഭാടത്തോടെ ആഘോഷത്തോടെ നടക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ, ഇതിനു വേണ്ടി സഹായിച്ചവരെ, സഹകരിച്ചവരെ, ഞാൻ ചോദിക്കുന്നു, ഈ വഴുത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണക്കെട്ടി വേണോ? അതല്ലാതെ തർജിഊന ബിറസൂലില്ലാഹി ഇലാ റിഹാലികും. വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങളുടെ കയ്യിൽ വേണോന്ന് ചോദിച്ചപ്പോ റസൂലുള്ള നിർത്തിയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ നെഞ്ചിലുണ്ട്. ആ റസൂലുള്ള കൈ പിടിച്ച് നിങ്ങളെ സ്വർഗത്തിൽ കയറ്റട്ടെ. ആ റസൂലുള്ള കൈ പിടിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറ്റട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. എന്റെ റൂഹ് ഏത് അല്ലാഹുവിന്റെ കയ്യിൽ സുരക്ഷിതമാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അൻസാറുകൾ മുഴുവനും ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി, ബാക്കിയുള്ളവര് വേറൊരു താഴ്വര ഒരുമിച്ച് കൂടിയാൽ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. എന്റെ അൻസാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്റെ കൂടപ്പറപ്പുകളും എന്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരും ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി. അൻസാറുകൾ മുഴുവനും വേറൊരു താഴ്വരയിൽ ഒരുമിച്ച് കൂടി. എന്നാൽ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, സഹായിക്കുന്നവന്റെ കൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുള്ളത്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ ആത്മാവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് സത്യം. എന്റെ അൻസാറുകൾ ഓടിക്കയറിയ താഴ്വരയിലേ ഞാൻ ഓടിക്കയറൂ. ഞാൻ എപ്പോഴും അൻസാറിന്റെ കൂടെയാണ്, ഞാൻ അൻസാറിന്റെ കൂടെയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറുകളെ ലൗലൽ ഹിജ്റതു ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ ജീവിക്കുമായിരുന്നു. റസൂലുള്ളാഹി അൻസാറിന് ഒരു ബഹുമതി കൊടുത്തു. അൽ അൻസാറു ശിആറുൻ, അൻസാറുകൾ എന്റെ അടയാളമാണ്, അൻസാറുകൾ എന്റെ അടയാളമാണ്. ഈ സമൂഹ വിഭാഗത്തിന് സഹായിച്ചവരെ അൻസാറുകളുടെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ പാത പിൻപറ്റിയവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ. എന്നിട്ട് റസൂലുള്ള കൈ പൊക്കിയിട്ട് ദുആ ചെയ്തു. ആ ദുആ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈ പൊക്കിയിട്ട് ആമീൻ പറയണം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ അർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകൾക്ക് നീ കരുണ ചെയ്യണേ. വാബിനാഇൽ അൻസാർ, ഈ അൻസാറുകളുടെ മക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ. വാബിനാഇ അബിനാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളുടെ മക്കൾ
മക്കളുടെ മക്കളുടെ തലമുറയിലും നീ നിന്റെ റഹ്മത്തിന്റെ ഖജനാവ് തുറക്കണേ അല്ലാഹുവേ. നമുക്ക് ദുആ ചെയ്യാം അല്ലാഹുവേ. അൻസാറുകളുടെ ദൗത്യം ഏറ്റെടുത്ത ഈ സഹോദരങ്ങൾ അവരിലും അവരുടെ മക്കളിലും അവരുടെ മക്കളുടെ മക്കളിലും അല്ലാഹുവേ അൻസാറുകളുടെ തലമുറയിൽ ബറക്കത്ത് ചെയ്തതുപോലെ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. ബറക്കത്ത് ചെയ്യണേ ബറക്കത്ത് ചെയ്യണേ ആരോരുമില്ലാത്തവന് വേണ്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അല്ലാഹുവേ ദുആ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയല്ല. അല്ലാഹു الأنصار وأبناء الأنصار وأبناء أبناء الأنصار. അല്ലാഹുവേ അൻസാറിന്റെ മക്കൾക്ക് അൻസാറുകളുടെ മക്കളുടെ മക്കൾക്ക് അവരുടെ തലമുറയിൽ നീ നിന്റെ റഹ്മത്ത് ചെയ്യണേ അല്ലാഹുവേ. നീ ചെയ്യണേ അല്ലാഹുവേ. ഞാൻ ആ ദിവസം ഒരൊറ്റ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ അൻസാറുകളുടെ അതേ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടായിട്ടല്ല സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് പോലെ 5 പവൻ ഇതിനു വേണ്ടി കൊടുത്തവരുണ്ട്. അല്ലാഹുവേ അവരുടെ മക്കളിൽ അവരുടെ മക്കളുടെ മക്കളിൽ നീ ഗുണം ചെയ്യണേ അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ദുആയാണ്. റാവി പറയുകയാണ് അവരുടെ ദാടിരോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. റസൂലുള്ള ഈ ഒരു പ്രസംഗം നടത്തിയിട്ടങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ തലമുറ ഇന്നും മദീന സമ്പുഷ്ടമാണ്. ഈ ദുആ പാഴായില്ല. ഇന്ന് നിങ്ങൾ മദീനയിൽ പോകുക. ആ മദീനയുടെ വിരുന്ന് സൽക്കാരം നിങ്ങളൊന്ന് നോക്ക് സഹോദരങ്ങളെ. അത് അനുഭവിച്ച തങ്ങന്മാരടക്കം തലയാട്ടുന്നുണ്ട്. മദീനത്തൊരു അറബിയുടെ അടുക്കൽ നിങ്ങൾ പോക്കോ. മക്കയിൽ പോയിട്ട് നിങ്ങളൊരു ടാക്സിയിൽ കയറിയ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടാക്സിക്കാരൻ വില വേഷും. അപ്പോഴേ മനസ്സിലാക്കിക്കോണം അവൻ മക്കാരനാണ്. പക്ഷേ ടാക്സിയിൽ കയറി ആ ടാക്സിക്കാരൻ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് പോകും. അത് മദീനക്കാരന്റെ ഗുണമാണ്. ആ മദീനത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ മണ്ണിൽ കാല് തവിട്ടിയ ഏറ്റവും നല്ല മനുഷ്യൻ. ഈ മണ്ണിൽ കാല് തവിട്ടിയ ഏറ്റവും നല്ല മനുഷ്യനേതാ? മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ മണ്ണിന്റെ മുകളിൽ കാല് ചവിട്ടിയ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ദുആ ചെയ്തു. ഇന്നും ആ ഗുണം മദീനത്തെ അൻസാറുകൾക്കുണ്ട്. ഇന്നും മദീന നിവാസികൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നു കാസർഗോഡ് ഇതിനൊരു ചരിത്രം ഇനി എഴുതാനില്ല. ഈ മകൻ 2012 5 പവനും കൊടുത്ത് കെട്ടുന്ന ആൾക്ക് ആ പെണ്ണിനും ആ ഭർത്താവിനും ജീവിക്കാൻ ഒരു ഓട്ടോറിക്ഷയും കൊടുത്ത് 5 പവൻ എടുത്ത് കൊടുത്തവരുണ്ട്. ഈ സദസ്സിൽ എത്രയോ ആളുകൾ കൊടുത്തവരാണ്. അല്ലാഹു അവരിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊരു വല്ലാത്ത ദുആയാണ്. അവരുടെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മയും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അൻസാറിന് വേണ്ടി ദുആ ചെയ്തു. ഈ ദുആ സ്വീകരിച്ചപ്പോൾ അൻസാറുകളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനെയും ഒരു മോനെയും കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂടെ ഇറങ്ങിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്ന് പിരിവ് വേണ്ടാന്ന് സംഘാടകർ എഴുതി തന്നിട്ടുണ്ട്. ഇന്ന് പിരിവ് വേണ്ട ഉസ്താദെ എന്ന് എഴുതി തന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. സഹോദരങ്ങളെ റസൂലുള്ള ചെയ്ത ഒരൊറ്റ ദുആ. ഏതെങ്കിലും ഒരു സഹോദരൻ, ഞാൻ കൂടുതൽ പിരിക്കില്ല, ഒരൊറ്റ സഹോദരൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു പാവപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു 5 പവൻ അല്ലെങ്കിൽ ഒരു 3 പവൻ ഞാൻ കൊടുക്കാമെന്ന ആഗ്രഹത്തോടെ ഏതെങ്കിലും ഒരാൾ അൻസാറുകളുടെ ഏറ്റവും വലിയ സഹാബി അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ ബറക്കത്തിന് വേണ്ടി ഇന്നത്തെ സദസ്സിൽ ആദ്യം ഇന്ന് പിരിക്കേണ്ടത് ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൻസാറിന്റെ ഒരു ദുആ, അൻസാറുകളുടെ ഒരു ദുആ ഇൻഷാ അല്ലാഹ് ഒന്നേൽ 5 പവൻ ഇല്ലെങ്കിൽ ഒരു 3 പവൻ ഇല്ലെങ്കിൽ 1 പവൻ, ഒറ്റ പവൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ കൊടുക്കാൻ പറഞ്ഞാൽ ആരാ കൊടുക്കുക?